ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഈ സ്മൂത്തി ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് നല്ല ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ ഒരു 3-4-5 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. 2 ഈന്തപ്പഴം കുരു കളഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുക്കുമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കുക്കുമ്പറിൻ്റെ പകുതി അരിഞ്ഞ് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾ പുതിന ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് കുറച്ച് പാലക്ക് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു പിടി മല്ലിയില നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പഴം കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതിൽ ചേർത്തി കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. അടപ്പ് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതേമാതിരി നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് വെള്ളം ദാഹത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. അങ്ങനെ നമ്മുടെ സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ ബോണസ് ടിപ്പ് ഇതാണ്. ഈ സ്മൂത്തി നമ്മുടെ ദഹനത്തിനും വളരെ നല്ലതാണ്. മല്ലിയില, പുതിനയില, പാലക്ക് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച്, ഇത് എല്ലാം ധാരാളം വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നു. ലിവർ, കിഡ്നി ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്നു. ഷുഗർകാർക്ക് ഈന്തപ്പഴം വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽത്തിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.